Some time back, I went to Manipur. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മണിപ്പൂരിലേക്ക് പോയി. And I've been in politics now for 19 years, and I have never experienced what I experienced in Manipur. ഞാൻ രാഷ്ട്രീയത്തിൽ രംഗത്തിറങ്ങിയിട്ട് 19 വർഷങ്ങളായി. പക്ഷേ ഞാൻ മണിപ്പൂരിൽ കണ്ടതുപോലെ വേദനിപ്പിക്കുന്നൊരു അനുഭവം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലോ ഉണ്ടായിട്ടില്ല. I've been during floods, during violence. I went to the violence affected areas in Uttar Pradesh. I've seen the tsunami. I've been all across our country during times of tragedy. But what I saw in Manipur, I have never seen before. ഞാൻ നിരവധി വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൂടെയും അക്രമ പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശങ്ങളിലൂടെയും പോയിട്ടുണ്ട്. അക്രമം കാർന്നു നിന്ന ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ കണ്ടതത്രമാത്രം അക്രമാസക്തമായ ഒരു ദൃശ്യവും സംഭവങ്ങളും ഞാൻ ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ദർശിച്ചിട്ടില്ല. You are my family, so I think it is important that I tell you what I saw. നിങ്ങൾ എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. I can't tell you about all the people I spoke to, but I will give you 2 examples. അവിടുത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കില്ല. പക്ഷേ 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. Examples that I will never forget, and examples that are disturbing me right now as I recount them. ഞാൻ ഒരിക്കലും മറക്കാത്ത, ഇപ്പോഴും എൻ്റെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്ന 2 സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. Both of them involve Manipuri women. ഈ 2 സംഭവങ്ങളും മണിപ്പൂരിലെ സഹോദരിമാരുമായി ബന്ധപ്പെട്ടതാണ്. 2 different experiences of Manipuri women. 2 വ്യത്യസ്തമായ സംഭവങ്ങൾ, മണിപ്പൂരിലെ വനിതകളെ സംബന്ധിക്കുന്ന 2 വ്യത്യസ്തമായ സംഭവങ്ങൾ. And these are women I spoke to in the camps, in the relief camps. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെച്ച് ഈ സഹോദരിമാർ, ഈ വനിതകൾ എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. One of the women, when I entered the room, was lying on the floor alone. ഞാൻ ആ മുറിയിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വനിത ആ ക്യാമ്പിലെ നിലത്ത് കിടക്കുകയായിരുന്നു. Everybody else in the room had some family member, but I noticed this lady lying alone. ആ മുറിയിലുണ്ടായിരുന്ന മറ്റ് വനിതകൾക്കെല്ലാം തന്നെ അവരോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലത്ത് കിടന്ന ഈ സഹോദരിയോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. So I asked her, "Where is your family?" ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ കുടുംബം? She said to me, "I have no family left." അവർ മറുപടി പറഞ്ഞത്, എനിക്ക് കുടുംബാംഗങ്ങൾ ആരും തന്നെ ഇല്ല എന്നാണ്. And then I asked her, "What happened to you?" ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. For some time she could not answer. കുറച്ച് സമയത്തേക്ക് അവർ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. She kept quiet, she didn't say anything. അവർ കുറച്ച് സമയം നിശബ്ദത പാലിച്ചു. അവർ ഒന്നും പറഞ്ഞില്ല കുറച്ച് സമയത്തേക്ക്. Then I held her hand and I asked her, "Tell me, what happened to you?" ഞാൻ അവരുടെ കൈകൾ കവർന്നെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നോട് പറയൂ, എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന്. And she said to me that I was sleeping in my village. അവരെന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ കിടന്നുറങ്ങിയായിരുന്നു. And I was sleeping in my house with my little son. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞുമായി എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു എന്നവരെന്നോട് പറഞ്ഞു. My son was killed in front of my eyes. എൻ്റെ മുന്നിൽ വെച്ചാണ് എൻ്റെ മകനെ അവർ കൊന്നുകളഞ്ഞത് എന്ന് അവർ എന്നോട് പറഞ്ഞു. They shot him right in front of my eyes. എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ വെച്ച് അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. And then I spent the whole night lying next to my son's corpse. എൻ്റെ കുഞ്ഞിൻ്റെ മൃതശരീരത്തിന് മുന്നിൽ ഒപ്പം ആ രാത്രി മുഴുവൻ ഞാൻ ഏകയായി എൻ്റെ വീട്ടിൽ കഴിയുകയായിരുന്നു എന്ന് അവർ പറഞ്ഞു. My son died in my arms. എൻ്റെ കൈകളിൽ കിടന്നാണ് എൻ്റെ കുഞ്ഞ് മരണമടഞ്ഞത്. And I did not know
whether I should stay with my son's dead body or I should run away and save myself. എനിക്കറിയില്ലായിരുന്നു എൻ്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനൊപ്പം നിൽക്കണോ അതോ എൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടണോ എന്ന ആശങ്കയിലായിരുന്നു ഞാൻ. After some time, I decided that my son was not going to come back, so I should leave. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ മകൻ തിരിച്ചു വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുവാൻ ഞാൻ തീരുമാനിച്ചു. She described how she escaped, how she was shot at. അവർ എന്നോട് വിവരിച്ചു എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അവർ കടന്നുപോയ ദുരന്ത മുഹൂർത്തങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി എന്നോട് വിവരിക്കുകയുണ്ടായി. And all this time she was shaking while she was talking to me. ഈ കാര്യങ്ങൾ എന്നോട് വിവരിക്കുന്നതിനിടയിൽ അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച അവരുടെ ശരീരം, കരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. Now imagine if something like that happens to your mother or to your sister. ചിന്തിച്ചു നോക്കൂ, ഇത് സംഭവിക്കുന്നത് നമ്മുടെ സഹോദരിക്കും നമ്മുടെ അമ്മയ്ക്കുമാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. Or the women who are here, imagine if that happens to you. അവിടെ പറഞ്ഞ സംഭവങ്ങൾ, അവിടെ വിവരിക്കപ്പെട്ട സംഭവങ്ങൾ നമുക്കാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. That your son is murdered in front of your eyes. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ മകൻ കൊല്ലപ്പെടുന്ന ദൃശ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. I asked her, what do you have with you? ഞാൻ അവരോട് ചോദിച്ചു, ഇനി എന്താണ് നിങ്ങൾക്ക് അവശേഷിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. She says, my house was burnt. അവർ പറഞ്ഞു, എൻ്റെ അവശേഷിച്ചിരുന്ന ഭവനം അഗ്നിക്കിരയായി, അത് കത്തിച്ചു കളഞ്ഞു. I lost everything I had. എനിക്കുണ്ടായിരുന്നതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. I said, you must have saved something. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. She says, I only have the clothes I'm wearing. അവർ മറുപടി പറഞ്ഞത്, എനിക്ക് ആകെയുള്ളത് ഈ ഉടുതുണി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ എനിക്കില്ല എന്നാണ് പറഞ്ഞത്. And then I said, but you must have carried something else with you. നിങ്ങൾ എന്തെങ്കിലും ഭാവി ജീവിതത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ കരുതണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. Maybe some belongings or something. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. Then suddenly she started searching around where she was sitting. അവരിയ്ക്കുന്ന സ്ഥലത്ത് അവർ പരതുന്നത് ഞാൻ കണ്ടു. And she pulled out a little picture of her son and said, this is the only thing I have left in my life. അവർ പരതിയെടുത്തത് അവരുടെ മുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട കുഞ്ഞിൻ്റെ ചിത്രമായിരുന്നു. അവർ പറഞ്ഞു, ഈ ചിത്രം മാത്രമാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കായി അവശേഷിക്കുന്നത്. The same story, but told from another woman. ഇതേ ചിത്രം, ഇതേ കഥ എനിക്ക് മറ്റൊരു സഹോദരിയിൽ നിന്നും കേൾക്കേണ്ടി വന്നു. Again I went into the camp. ആ സ്ത്രീയെ ഞാൻ കണ്ടത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. And you have to understand that in these camps, I'm giving you 2 examples, but there are thousands and thousands of people who have suffered this. ഞാൻ ഈ ക്യാമ്പിൽ കണ്ട, ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ട 2 ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം ഇതുപോലെയുള്ള ആയിരക്കണക്കിന് കഥകളാണ് ഈ ക്യാമ്പുകളിലുള്ള സഹോദരിമാർക്ക് എന്നോട് പറയുവാനുള്ളത്. Somebody's house has been burnt, somebody's brother has been killed, somebody's sister has been raped, somebody's parents have been murdered. ചിലരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു, ചിലർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു, ചിലരുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടു, ചിലരുടെ ബന്ധുക്കൾ കൊല ചെയ്യപ്പെട്ടു. ഇത്തരം നിരവധി കഥകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. It is as if somebody threw kerosene all across Manipur and set it on fire. ഇതെല്ലാം ചെയ്തത് മണിപ്പൂരിലൂടെ കടന്നു പോകുന്ന അക്രമികളാണ് ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത്. അവർ നിരവധി പ്രദേശങ്ങൾക്ക് തീയിട്ടു. So I met the other lady I want to talk about. ഞാൻ മറ്റൊരു പ്രദേശത്തേക്ക് പോയി. ഈ ദൃശ്യങ്ങളും ഈ സംഭവങ്ങളും ഒരു പ്രദേശത്താണെങ്കിൽ ഞാൻ മറ്റൊരു പ്രദേശത്തേക്ക് പോയി. And I asked her, what happened to you? അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? And the moment I asked her what happened to her, she went silent. ഞാനൊരു വനിതയോട്, ഒരു സഹോദരിയോട് ചോദിച്ചപ്പോൾ അവർ ആദ്യം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. I could see that she was seeing the images of her experience. ആ നിശബ്ദതയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവർ കടന്നുപോയ ദുരന്ത മുഹൂർത്തങ്ങളെ മുന്നിൽ കാണുകയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. And I was imagining how I would feel if this happened to my mother or to my sister. എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, ഈ സഹോദരിമാർക്ക് സംഭവിച്ച സംഭവങ്ങൾ എൻ്റെ സഹോദരിക്കും എൻ്റെ അമ്മയ്ക്കുമാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. And then suddenly she could not bear what she saw in her mind.
and she fell unconscious. അവർ കടന്നുപോയ ദുരന്ത ചിത്രങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് താങ്ങാനായില്ല. എൻ്റെ മുന്നിൽ വെച്ച് അവർ മോഹാലസ്യപ്പെട്ട് നിലത്തേക്ക് വീണു. Imagine if your sister or your mother cannot bear what she has experienced and falls unconscious because of that. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നമ്മുടെ സഹോദരിക്കും നമ്മുടെ അമ്മയ്ക്കും ഇത്തരം ദുരന്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകപ്പെടുകയും അവർ നമ്മുടെ മുമ്പിൽ വെച്ച് മോഹാലസ്യപ്പെടുത്തു പോകുന്ന നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. This is what the women of Manipur have experienced. ഇതാണ് മണിപ്പൂരിലെ വനിതകൾ അനുഭവിച്ച ദുരന്തം. When we arrived in Manipur, we went to the Meitei area and we went to the Kuki area. ഞങ്ങൾ മണിപ്പൂരിൽ ചെന്നപ്പോൾ ഞങ്ങൾ മെയ്തൈ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും കുക്കി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും പോവുകയുണ്ടായി. When we arrived in the Meitei area, ഞങ്ങൾ മെയ്തൈ വിഭാഗങ്ങൾ താമസിച്ച പ്രദേശത്തെത്തിയപ്പോൾ, just when we were going to go into the Meitei area, we were told that if any of your security people are from the Kuki community, we will kill them. ഞങ്ങൾ മെയ്തൈ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും കുക്കി വിഭാഗത്തിലുള്ളവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കൊല്ലും എന്ന് മെയ്തൈ വിഭാഗക്കാർ എന്നോട് പറഞ്ഞു. And when we went to the Kuki area, we were told that if any of your security people are from the Meitei area, we will shoot them. ഞാൻ കുക്കി പ്രദേശത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും മെയ്തൈ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലും എന്ന് കുക്കി വിഭാഗക്കാർ എന്നോട് പറഞ്ഞു. Before entering the Meitei area, we removed all the Kukis from our security. മെയ്തൈ പ്രദേശത്ത് ചെന്നപ്പോൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ സംഘത്തിൽ നിന്ന് ഒഴിവാക്കി. And when we went to the Kuki area, we removed all the Meiteis from our security. സമാനമായ തരത്തിൽ കുക്കി പ്രദേശത്തേക്ക് ചെന്നപ്പോൾ മെയ്തൈ വംശത്തിൽപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ സംഘത്തിൽ നിന്നും ഒഴിവാക്കി. Imagine the situation. There is a complete divide between the state. ഒന്ന് ചിന്തിച്ചു നോക്കുക, ജനങ്ങൾക്കിടയിൽ മണിപ്പൂരിൽ സമ്പൂർണമായ വിഭജനമാണ് നടന്നിരിക്കുന്നത്. There is blood everywhere. അവിടെ ആകമാനം രക്തമാണ്, ചോരയാണ്. There is murder everywhere. എല്ലാ സ്ഥലത്തും നരഹത്യയാണ്. There is rape everywhere. എല്ലാ സ്ഥലത്തും ബലാത്സംഗമാണ്. That is the situation in Manipur. ഇതാണ് മണിപ്പൂരിന്റെ സാഹചര്യം. And yes, a few days ago, I sat in parliament watching the Prime Minister speak. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാർലമെന്റിൽ ഇരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രവിച്ചു. He spoke for 2 hours 13 minutes. അദ്ദേഹം 2 മണിക്കൂറും 30 മിനിറ്റും സംസാരിച്ചു. He laughed, he joked, he smiled. അദ്ദേഹം ചിരിച്ചു, അദ്ദേഹം പുഞ്ചിരിച്ചു, അദ്ദേഹം തമാശകൾ പറഞ്ഞു. His cabinet laughed, his cabinet joked, his cabinet smiled. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ചിരിക്കുകയും പുഞ്ചിരിക്കുകയും തമാശകളിൽ ഉല്ലസിക്കുകയും ചെയ്തു. They had a lot of fun. അവർ വളരെയധികം സന്തോഷിക്കുകയായിരുന്നു. The Prime Minister spoke for 2 hours 13 minutes about everything, about the Congress, about me, about the India Alliance, but he spoke 2 minutes about Manipur. അദ്ദേഹം 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം എന്നെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം ഇന്ത്യ അലയൻസിനെ കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം BJPയെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചത് കേവലം 2 മിനിറ്റുകൾ മാത്രമാണ്. The idea of India represents the idea of peace among its people. ഇന്ത്യ എന്ന ആശയം അതിലെ ജനതയ്ക്കിടയിലെ സമാധാനമാണ് വിഭാവനം ചെയ്യുന്നത്. If there is violence, if there is hatred, if there is murder, if there is rape, that is not India. ഈ ആശയത്തിനിടയിൽ വെറുപ്പോ അക്രമമോ കൊലപാതകമോ ബലാത്സംഗമോ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല. If in a state the people are killing each other, murdering each other, raping each other, that is not India. ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ജനത പരസ്പരം കൊന്നൊടുക്കുന്നെങ്കിൽ, പരസ്പരം ബലാത്സംഗം ചെയ്യുന്നെങ്കിൽ, പരസ്പരം കലാപം നടന്നെങ്കിൽ അതൊരിക്കലും ഇന്ത്യ അല്ല. India is love and affection between its people. ഇന്ത്യ എന്നത് സ്നേഹവും ജനത തമ്മിലുള്ള ഐക്യവും സമാധാനവുമാണ്. India is the bringing together of people. ഇന്ത്യ എന്നത് ജനതയുടെ ഐക്യമാണ്, ഒരുമിച്ച് വിജയിക്കുക എന്നതാണ്.
So I stated this in my speech in Parliament. ഇതാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പാർലമെന്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. I said that the BJP has killed the idea of India in Manipur. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചു, ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ BJP മണിപ്പൂരിൽ കൊല ചെയ്തു എന്ന് ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. मणिपुर में आपने भारत माता की हत्या की है. മണിപ്പൂരിൽ സംഭവിച്ചത് ഭാരതമാതാവിന്റെ ഹത്യയാണ് മണിപ്പൂരിൽ സംഭവിച്ചത്. You have murdered the idea of India in Manipur. നിങ്ങൾ മണിപ്പൂരിൽ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ കൊല ചെയ്തു. You have destroyed thousands of families. നിങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളെ നശിപ്പിച്ചു. You have allowed the rape of thousands of women. മണിപ്പൂരിലെ സഹോദരിമാർ ആയിരക്കണക്കിന് സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള അനുമതി നിങ്ങൾ കൊടുത്തു. You have allowed the murder of thousands of people. ആയിരക്കണക്കിന് മണിപ്പൂരികളുടെ കൊലപാതകത്തിന് നിങ്ങൾ അനുമതി കൊടുത്തു. And as Prime Minister of this country, you are laughing? എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ചിരിക്കുന്നു. You spent 2 minutes talking about the murder of Bharat Mata? നിങ്ങൾ കേവലം 2 നിമിഷങ്ങൾ മാത്രമാണ് ഇന്ത്യ എന്ന മാതാവിനെ, ഭാരത മാതാവിനെ കുറിച്ച് സംസാരിച്ചത്. How dare you do this? നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യുവാൻ ധൈര്യം വരുന്നു? How can you disrespect the idea of India? നിങ്ങൾക്ക് എങ്ങനെയാണ് ഭാരതം എന്ന ആശയത്തെ ഇത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കുന്നത്? What have you been doing for the last 4 months? കഴിഞ്ഞ 4 മാസക്കാലം നിങ്ങൾ എന്താണ് ചെയ്തത്? Why have you not been there? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല? Why have you not tried to stop the violence? നിങ്ങൾ എന്തുകൊണ്ട് അവിടുത്തെ അക്രമത്തെ തടയുവാൻ നടപടി സ്വീകരിച്ചില്ല? Because you're not a nationalist. കാരണം നിങ്ങൾ ദേശീയവാദിയല്ല. Anybody who murders the idea of India cannot be a nationalist. ഇന്ത്യ എന്ന ആശയത്തെ കൊല ചെയ്യുന്നവരാരാണോ അവർക്ക് ദേശീയവാദിയോ ദേശസ്നേഹിയോ ആകുവാൻ കഴിയില്ല. Anybody who murders the idea of India cannot love India. ഒരാൾ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്ന ഒരാൾ, കൊല ചെയ്യുന്ന ഒരാൾ ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയില്ല. Now I have come to my family. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. Now I want to ask you, suppose somebody tries to separate members of a family. എൻ്റെ കുടുംബത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Suppose somebody tries to separate 2 brothers from each other. നമ്മുടെ കുടുംബത്തിലെ 2 സഹോദരങ്ങളെ വേർപിരിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? Suppose somebody tries to separate a father from his daughter. നമ്മുടെ പിതാവിനെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ, വേർതിരിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? Do you think the relationship between the father and daughter will become weaker or stronger? അത്തരമൊരു പ്രവൃത്തി ഉണ്ടായാൽ പിതാവും പുത്രിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുമോ ദുർബലപ്പെടുമോ? If somebody tries to separate a family, the family becomes stronger. ഏതെങ്കിലും ഒരാൾ ഒരു കുടുംബത്തെ വിഭജിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് ആ കുടുംബം കൂടുതൽ ശക്തമാകുമെന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. If somebody tries to separate a father and a son, the relationship between the father and the son becomes stronger. The love between the father and a son becomes stronger. ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ വിഭജിക്കുവാൻ, പിളർത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. So the BJP and the RSS do not understand what a family is. നമ്മുടെ കുടുംബം എന്താണെന്ന യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യം BJPയും RSSും മനസ്സിലാക്കുന്നില്ല. They don't understand that the more they try to separate you and me, the closer we will become. അവർ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തെ വിഭജിക്കുവാൻ, തകർക്കുവാൻ ഇവർ ശ്രമിക്കുന്നവരും നമ്മൾ തമ്മിലുള്ള ഇഴയെടുപ്പം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം BJPയും RSSും മനസ്സിലാക്കണം. They think that if we disqualify Rahul Gandhi, his relationship with Wayanad will break. അവർ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, വയനാടും ഞാനും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടും. No. If you disqualify Rahul Gandhi, his relationship with Wayanad will become even stronger. അവർ
എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുവാൻ, എന്നെ അയോഗ്യനാക്കാൻ ശ്രമിക്കുമ്പോൾ വയനാടും ഞാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടും. His love for the people of Wayanad will become even stronger, and the love that the people of Wayanad have for him will become stronger. ഞാനും വയനാട്ടിലെ ജനങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം ഇത്തരം ശ്രമങ്ങളിലൂടെ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അനുദിനം ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു. What is a family? എന്താണ് ഒരു കുടുംബം? കുടുംബം എന്നാൽ എന്താണ്? A family is something that protects you, ഫാമിലി എന്നത് പരസ്പരം സംരക്ഷിക്കുന്നതാണ് കുടുംബം. that looks after you in your difficult time, നിങ്ങളുടെ ദുർഘട സന്ധികളിൽ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് കുടുംബം. that shows you affection, അത് നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം വ്യക്തമാക്കുന്നു. that shows you respect. അതാണ് നമ്മുടെ ബഹുമാനം വ്യക്തമാക്കുന്നു. This is what you have done for me. ഇതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത്. എന്റെ You have പ്രതിസന്ധിയുടെ protected me. ഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തത് ഇതാണ്. You have protected me. നിങ്ങൾ എന്നെ സംരക്ഷിച്ചു. You have given me love. നിങ്ങൾ എനിക്ക് സ്നേഹം തന്നു. You have given me affection. നിങ്ങൾക്ക് എനിക്ക് ആദരവും അടുപ്പവും തന്നു. You have given me respect. നിങ്ങൾ എനിക്ക് ആദരവ് നൽകി. You can disqualify me 50 times, 100 times. This relationship will only become stronger. നിങ്ങൾക്ക് എന്നെ 50 തവണയോ 100 തവണയോ അയോഗ്യനാക്കാൻ സാധിക്കാം. പക്ഷേ വയനാടും ഞാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയേ ഉള്ളൂ. The BJP, you have to understand, the BJP aims at destroying families. നിങ്ങൾ മനസ്സിലാക്കൂ, BJP ലക്ഷ്യമെടുക്കുന്നത് കുടുംബങ്ങളെ ശിഥിലമാക്കാനാണ്. India is a family, they want to divide it. ഇന്ത്യ എന്ന കുടുംബത്തെയാണ് ഇന്നവർ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നത്. Manipur was a family, they tried to destroy it. മണിപ്പൂർ എന്ന കുടുംബത്തെ അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Thousands and thousands of families in Manipur destroyed by the policies of the BJP. BJPയുടെ ഈ വിഭജനത്തിന്റെ നശീകരണത്തിന്റെ രാഷ്ട്രീയം കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് മണിപ്പൂരിൽ നശിപ്പിക്കപ്പെട്ടത്. So they destroy families, they destroy the relationship between people. അവർ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, അവർ ജനത തമ്മിലുള്ള സ്നേഹബന്ധത്തെ നശിപ്പിക്കുന്നു. We bring people together, we strengthen families, we strengthen the relationship between people. നമ്മൾ ജനതയെ അടുപ്പിക്കുന്നു, നമ്മൾ കുടുംബങ്ങളെ ശക്തിപ്പെടുന്നു, നമ്മൾ ജനതയും സമൂഹവും തമ്മിലുള്ള ഇഴയെടുപ്പത്തെ വർദ്ധിപ്പിക്കുന്നു. You think you have divided and destroyed Manipur. The BJP thinks you have divided and destroyed Manipur. BJP കരുതുന്നത് നിങ്ങൾ മണിപ്പൂരിനെ നശിപ്പിച്ചു, മണിപ്പൂരിനെ വിഭജിച്ചു എന്നാണ്. We will bring Manipur back together. ഞാൻ ഉറപ്പ് തരുന്നു, മണിപ്പൂരിനെ നമ്മൾ ആ ഇഴയെടുപ്പത്തിലേക്കും സ്നേഹത്തിലേക്കും തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. We will bring love back to Manipur. മണിപ്പൂരിലെ ജനതയ്ക്കിടയിലേക്ക് സ്നേഹത്തെ നമ്മൾ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. We will bring mutual respect back to Manipur. മണിപ്പൂരിലെ ജനതയ്ക്കിടയിൽ പരസ്പര ബഹുമാനത്തെ നമ്മൾ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. It took you 2 months to do it. It took you 2 months to burn Manipur. It might take us 5 years to bring back to love to Manipur, but we will do it. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഈ നശിപ്പിച്ചിരിക്കുന്ന പരസ്പര ബഹുമാനത്തെയും സ്നേഹത്തെയും എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. This is the fight between the BJP and the Congress. ഇതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടവും ഇത് തന്നെയാണ്. I'll give you another example of how we are helping bring people together. മറ്റൊരു ഉദാഹരണം കൂടി, എങ്ങനെയാണ് ജനങ്ങളെ അടുപ്പിക്കുന്നതിനെ കുറിച്ച് മറ്റൊരു ഉദാഹരണം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I remember when I first came here, there were floods. There were floods. When I first came here, there were floods. ഈ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ പോയതിനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. And I remember people from all parties, UDF, LDF, everybody was working during the floods. പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ ഞാനിവിടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എല്ലാ പാർട്ടികളും മുന്നണികളും LDFും UDFും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. Many families were destroyed by the floods, by the water. നിരവധി കുടുംബങ്ങളെ പ്രളയം നശിപ്പിച്ചു, പ്രളയം വിഴുങ്ങി. They lost family members. അവർക്ക് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു. They lost their houses. അവരുടെ വീടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. Somebody lost a brother, somebody lost a son. പലർക്കും സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. And we decided that in our own small way we would help those broken families. ഈ ദുരന്തം ബാധിച്ച ജനതയെ, കുടുംബങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. And that is why we came up with the idea of building houses for those that had lost them, building houses and rebuilding the families.
കുടുംബങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്, അവർക്ക് ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കാൻ ഈ ദുരന്ത ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത്. Many people were excluded from the housing scheme, the public housing scheme. ഹൗസിംഗ് സ്കീം, വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്നും നിരവധി ജനങ്ങൾ ഒഴിവാക്കപ്പെട്ടു. And I'm proud that today we'll be handing over some of the keys to those houses. എനിക്കിന്ന് അഭിമാനമുണ്ട്, അന്ന് ഒഴിവാക്കപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട നിരവധി ആളുകൾക്ക് ഇന്ന് വീടിന്റെ താക്കോൽ കൈമാറുന്നു എന്നത് എനിക്ക് അഭിമാനം നൽകുന്ന വസ്തുതയാണ്. So we can help the families of Wayanad rebuild themselves. പുനഃസൃഷ്ടിക്കുവാൻ, കുടുംബങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ നമുക്ക് പറ്റുന്നു എന്നത് എനിക്ക് അങ്ങേയറ്റം അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ്. This is a challenging project. ഇത് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പദ്ധതിയാണ്. We have to find the right beneficiary. നമുക്ക് യഥാർത്ഥ ഗുണഭോക്താവിനെ, അർഹതയുള്ള ഗുണഭോക്താവിനെ കണ്ടെത്തേണ്ടതുണ്ട്. We have to build the houses properly. അവർക്ക് വേണ്ടി വീടുകൾ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. So I thank all the Congress and UDF workers who have helped us in this project. ഈ മഹത്തായ പദ്ധതിയിൽ സഹായിച്ച മുഴുവൻ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോടുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം, നന്ദി പ്രകടിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. And I thank everyone from Wayanad, regardless of which party you come from, regardless of what your political ideology is. You have given me love and affection, you have given me respect, and I love you very much, and I'm part of your family. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള, ആശയങ്ങൾക്കും പാർട്ടിക്കും അപ്പുറത്ത് ഇവിടെ കടന്നു വന്ന് സ്നേഹം തന്ന എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം, നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. I'm here today. After 4 months, I'm coming back to Wayanad as your MP. 4 മാസങ്ങൾക്ക് ശേഷം വയനാടിന്റെ MP ആയി ഞാൻ വീണ്ടും നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ സന്തോഷപ്പെട്ടു. I am happy to come back, but I'm also sad that I don't see Umen Chandiji here. ഞാനിവിടെ കടന്നു വന്നതിൽ സന്തോഷവാനാണെങ്കിലും ഞാൻ അതീവ ദുഃഖിതനാണ്. ഉമ്മൻചാണ്ടിജി ഇവിടെ ഇല്ലാത്തതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. He was a leader of Kerala. അദ്ദേഹം കേരളത്തിന്റെ നേതാവായിരുന്നു. And Kerala showed the love and respect they had for him in his funeral. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ അദ്ദേഹം കേരളം എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്ന് കേരളം ലോകത്തിന് കാട്ടിക്കൊടുത്തു. We are thankful for what he did for Kerala. കേരളത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തതിൽ നമ്മൾ അദ്ദേഹത്തോട് അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവരായിരിക്കും. The honesty and transparency with which he worked. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം വെച്ച് പുലർത്തിയ ആത്മാർത്ഥതയും സുതാര്യതയും അങ്ങേയറ്റം മഹത്തരമാണ്. And the love and affection that always guided him. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും സ്നേഹം ജനതയോട് പ്രകടിപ്പിച്ച നേതാവാണ്. Thank you very much. Namaskar. നമസ്കാരം, നന്ദി, നമസ്കാരം.